ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷെഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഫക്കെട്ട് ഇടയ്ക്കിടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ മൂലവും കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൊണ്ടുമെല്ലാം ഇത് ഇടയ്ക്കിടെ ഉണ്ടാകാം. പുകവലിക്കാർക്ക് കഫക്കെട്ട് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു പ്രശ്നവുമാണ്. എന്നാൽ ഏത് കഫക്കെട്ടിനെയും അകറ്റാൻ സഹായിക്കുന്ന നാടൻ വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ സെലക്റ്റഡ് കമൻറ്റ് നമുക്കൊന്ന് കാണാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ ആ സെലക്റ്റഡ് കമൻറ്റ് നമുക്കൊന്ന് കാണാം. കഫക്കെട്ടിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു നാടൻ ഔഷധത്തിന് വേണ്ടിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി ഒന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നുള്ളു ശുദ്ധമായ ഉള്ളി, അല്പം ശുദ്ധമായ ശർക്കര എന്നിവയാണ് ഈ ഔഷധത്തിന് വേണ്ട ചേരുവകൾ. ഒരു കഷ്ണം ഇഞ്ചിയും 1-2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇത് അതേപടി തന്നെ കഴിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരല്പം ശർക്കര കൂടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. നെഞ്ചിൽ അടിഞ്ഞുകൂടുന്ന കഫത്തെ അലിയിച്ച് കളയാൻ ഈ നാടൻ കൂട്ടിന് പ്രത്യേക കഴിവാണുള്ളത്. അതുപോലെ പുക വലിക്കുന്നവർക്ക് ശ്വാസകോശം വൃത്തിയാക്കാൻ ഈ ഒരു കൂട്ട് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചെറിയ ഉള്ളിയിലും വെളുത്തുള്ളിയിലും അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവുമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വഴി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നല്ല ഒരു ഫലം തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുക. അത്തരത്തിൽ എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി ഒന്ന് മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ മറ്റൊരു ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.